നോക്കാം. എക്സംഷൻസ് ടു പേഴ്സൺസ് അണ്ടർ സെക്ഷൻ 139A. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ച് നിർത്തിയത് കേട്ടോ. അതായത് പറയാനുള്ളത് എക്സംഷൻ ടു പേഴ്സൺസ് 139A ആർക്കൊക്കെയാണ് എക്സംഷൻസ് ടു പേഴ്സൺസ്, പേഴ്സൺസിന് എക്സംഷൻസ് കിട്ടുന്നത്, ഏതൊക്കെ തരത്തിലുള്ള എക്സംഷൻസ് ആണ് കിട്ടുന്നത്. അത് ടാക്സ് അടയ്ക്കേണ്ടാതെ നമ്മളെ അതിൽ നിന്ന് ഒഴിച്ച് മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടാത്ത എമൗണ്ടുകൾ. പേഴ്സൺസ് ഹാവിങ് ഓൺലി അഗ്രികൾച്ചറൽ ഇൻകം, ഒരു വ്യക്തിക്ക് അഗ്രികൾച്ചറൽ ഇൻകം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അയാളുടെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം മാത്രമാണെങ്കിൽ പേഴ്സൺ ഹാവിങ് ഓൺലി അഗ്രികൾച്ചറൽ ഇൻകം ബൈ ഫയലിംഗ് റിട്ടേൺ ഇൻ ഫോം 61, അങ്ങനെയാണെങ്കിൽ അത് എക്സംഷൻ ആണ് കേട്ടോ ടു പേഴ്സൺസ്. പിന്നെ നോൺ റെസിഡന്റ്, പിന്നെ പേയേഴ്സ് ബീയിങ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് കോൺസുലർ ഓഫീസേഴ്സ്, അതൊക്കെ എക്സംഷൻ കിട്ടുന്ന വ്യക്തികളാണ് കേട്ടോ, എക്സംഷൻസ് ടു പേഴ്സൺസ്. ഇനി സെക്ഷൻ 272Bയിൽ എക്സംഷൻ കിട്ടുന്നത് കേട്ടോ, 272B. ഇഫ് എ പേഴ്സൺ വിത്തൗട്ട് റീസണബിൾ കോസ് files to apply for the allotment of PAN within the prescribed time or fails to quote it on the relevant documents, the assessing officer shall impose a penalty of a sum 10,000. ഉണ്ടോ? പാൻ നമ്പർ ഒന്നും നോട്ട് ചെയ്തില്ല വെച്ചെങ്കിൽ ഫൈൻ വരുന്ന വരവ് ഉണ്ടോ? 10,000 rupees. ദിസ് ഈസ് നോട്ട് എ വൺ ടൈം പെനാലിറ്റി കേട്ടോ. So if you furnish an income number to say your employer and the bank, you may have to pay. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇൻകം എംപ്ലോയറോ അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കോ അതിലൊക്കെ കൊടുത്ത സമയത്തും ഈ പാനൊന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല, ശരിയായിട്ട് കിട്ടില്ല എന്ന് വെച്ചെങ്കിൽ 20,000 രൂപ എന്ത് ചെയ്യേണ്ടി വരും? ഫൈനായിട്ട് പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ. ഇനി റൈഗ്രസ് ഇംപ്രിസൺമെന്റ്. റൈഗ്രസ് ഇംപ്രിസൺമെന്റ് ഈ പെനാൽറ്റി മാത്രമല്ല എന്ന് പറയണേ, ജയിലിലും പോണ്ടി വരുന്നു. എത്ര കാലം? റൈഗ്രസ് ഇംപ്രിസൺമെന്റ് ക്യാൻ ബി 3 months to 2 years. മിനിമം 3 മാസം, മാക്സിമം 2 കൊല്ലം വരെ എവിടേക്ക് പോണ്ടി വരും? ജയിലിലേക്ക് പോണ്ടി വരും. അപ്പം അതിനേക്കൊക്കെ നല്ലതെന്താണ്, ഇവിടേക്കൊക്കെ പോകാൻ നിൽക്കുന്ന നേരം സംഭവം ഇപ്പം ജയിലിലൊക്കെ നല്ല ഫുഡാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നോൺ ഫുഡായ കാരണം ഞാൻ പോകണില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എന്താ പറയുന്നത്, ഈ വക പരിപാടിക്കൊക്കെ നിൽക്കണേക്കാൾ നല്ലത് ആ പാൻ കാർഡിൻ്റെ നമ്പറൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നു. ഇനി അടുത്തത് അസസ്മെന്റ്. അസസ്മെന്റ് മീൻസ് അപ്രൈസൽ, ഇവാലുവേഷൻ, എസ്റ്റിമേഷൻ, മെഷർമെന്റ്, ജഡ്ജ്മെന്റ്, അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസസ്മെന്റ് എന്ന് പറയണത്. ടാക്സ് അസസ്മെന്റ്സ് ആർ ഫണ്ടമെന്റൽ ടു ടാക്സ് കളക്ഷൻ. ടാക്സ് അസസ്മെന്റ് എന്ന് പറയുന്നത് ടാക്സ് കളക്ഷന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. every country that taxes income has laws to impose the tax and a system to assess and collect it. എല്ലാ രാജ്യത്തും ഉണ്ട് കേട്ടോ, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, എല്ലാ രാജ്യത്തും എന്തുണ്ടെന്ന് പറയുന്നത് ടാക്സ് കളക്ഷൻ ഉണ്ട്. ഇപ്പം ഇവിടെ ഫ്രാൻസിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാൻ ഫ്രാൻസിലൊന്നും പോയിട്ടില്ല. അവിടെയൊക്കെ ഗവൺമെൻറ് എംപ്ലോയീസൊക്കെ ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ 40% ടാക്സ് അടയ്ക്കണം, ബാക്കി 60% നമുക്ക് കയ്യിൽ വയ്ക്കാൻ പാടുള്ളൂ എന്ന്. ആ 60% തന്നെ ഫോറിനേഴ്സൊക്കെ ആണെങ്കിൽ, വിദേശത്ത് നിന്ന് ചെന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ 45 or 6 എത്രയാണ് % അവിടെ തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് അവിടെ തന്നെ ചെലവഴിക്കണമെന്ന് നിർബന്ധമുണ്ട്. കുറേ എമൗണ്ട് ഒന്നും അവിടെ നിന്ന് കൊണ്ടുപോരാൻ പറ്റില്ല എന്ന്, അവിടുത്തെ ടേൺ ഓവർ ഒന്നും ഇങ്ങോട്ട് ഒന്നും എത്തിക്കാൻ അവർ സമ്മതിക്കില്ല എന്ന്. നമ്മൾ കേട്ടിട്ടില്ല, ഇവിടെയൊക്കെ എന്താ പറയുക, ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തൊഴിലാളികൾ വരുന്നിട്ട് ഒരുപാട് എന്താ പറയുന്നത് ജോലിയൊക്കെ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കി ഇവിടുന്ന് കൊണ്ടുപോകുന്നു, നമ്മളുടെ ടേൺ ഓവറൊക്കെ പുറത്തേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഫോറിൻ കൺട്രീസ് ഒന്നും അങ്ങനെ സമ്മതിക്കുക, പ്രത്യേകിച്ച് എന്താ പറയുന്നത് വെസ്റ്റേൺ കൺട്രീസ് ഒന്നും അങ്ങനെ സമ്മതിക്കില്ല. അവിടെ നിന്ന് കിട്ടുന്ന ഇൻകം കുറേയൊക്കെ അവിടെ തന്നെ ചിലവാക്കാൻ പറയുന്നു കേട്ടോ. ഞാൻ പോയിട്ടില്ല കേട്ടോ, പറഞ്ഞ കേട്ടിട്ടുള്ളൂ. അപ്പം എന്താണ് പറയുന്നത്, അപ്പം എല്ലാ രാജ്യത്തും എവരി കൺട്രി ദാറ്റ് ടാക്സസ് ഇൻകം ഹാസ് ലോസ് ടു ഇമ്പോസ്. ഏത് രാജ്യമാണെങ്കിലും അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് എന്തെന്നെ വേണം? ടാക്സ് തന്നെ വേണം, ടാക്സ് കളക്ട് തന്നെ വേണം എന്ന്. An assessment is the end result of the process of ascertaining a taxpayer's taxable income. അപ്പോൾ ഒരു ടാക്സ് പേയറുടെ ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കാനുള്ള ബേസാണ്, എൻഡ് റിസൾട്ടാണ് അസസ്മെന്റ് എന്ന് പറയണത്.
ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ടാക്സ് പേയബിൾ ഓൺ ദാറ്റ് ഇൻകം. ഇനി നമ്മൾ അസസ്മെൻറ്റ് പ്രകാരം ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ എമൗണ്ട് ആണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത്. ഇനി എവറി ടാക്സ് പെയർ ഹാസ് ടു ഫർണിഷ് ദ ഡീറ്റെയിൽസ് ഓഫ് ഹിസ് ഇൻകം ടു ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെ നീ ഇങ്ങനെ എപ്പോഴും ആവർത്തിച്ച് പറയേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഏതൊരു വ്യക്തിയാണെങ്കിലും എന്ത് ചെയ്യണം, അയാളുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അത് ആ ഡീറ്റെയിൽസ് ആർ ടു ബി ഫർണിഷ് ഫയലിംഗ് ഓഫ് ദീസ് റിട്ടേൺസ്. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് ഓഫ് ഇൻകംസ്, നമുക്ക് ഏതൊക്കെ തരത്തിൽ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് പൂത്തിവെക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഒക്കെ ട്രാൻസ്പാരന്റ് ആണ്. കാരണം ആ ആധാർ കാർഡ് ഒന്ന് വെച്ചങ്ങോട്ട് നിരത്തി കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ ഇൻകം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് ടാക്സ് ഇവേഷനെ പറ്റിയൊന്നും മനസ്സിലൊരിക്കലും ചിന്തിക്കരുത് കേട്ടോ. ടാക്സ് നമുക്ക് പ്ലാനിങ് ഒക്കെ നടത്താം, ഇവേഷൻ വേണ്ടാന്ന്. ടാക്സ് പേയ്മെന്റ് തന്നെയാണ് നല്ലത്. നമുക്ക് എന്തിനാ വെറുതെ റിസ്ക് ഒക്കെ എടുത്ത് ജയിലിലേക്കൊക്കെ പോയി കിടക്കണം. വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, കൊതുകുടിയൊക്കെ ഉണ്ടാവും. വൈകുന്നേരം നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റണ്ടേ. അപ്പോൾ നോക്കാം. പിന്നെ എന്താ പറയുന്നത്, വൺസ് ദ റിട്ടേൺ ഓഫ് ഇൻകം ഈസ് ഫയൽഡ് അപ്പ് ബൈ ദ ടാക്സ് പേയർ, the next step is the processing of the return of income by the income tax department. Income tax department examines the return of income for its correctness. നമ്മളതൊക്കെ എല്ലാം ഫയൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അവർ വെരിഫൈ ചെയ്യും, ഇതൊക്കെ കറക്റ്റ് ആണോ നോക്കും. കറക്റ്റ് അല്ല എങ്കിൽ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടും കേട്ടോ, ഇൻഫോം ചെയ്യും. അത് ആ പറഞ്ഞ സമയത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി, കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്ന്. ഇനി അസസ്മെന്റിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് അസസ്മെന്റ് പ്രൊസീജിയർ. എന്തൊക്കെയാണ് അസസ്മെന്റ് പ്രൊസീജിയറിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്? Following adjustments shall be made after giving the assessee an intimation in writing or electronically, and after considering the assessee reply received, if any. If no reply is received within 30 days, 30 days of issue of intimation, the adjustments may be made. ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഒരു 30 നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റാണെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്ത് കറക്റ്റ് ആയിട്ടില്ല വെച്ചെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇൻറ്റിമേഷനൊക്കെ കിട്ടും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, കറക്ഷനൊക്കെ ശരിയാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി ദ ടോട്ടൽ ഇൻകം ഈസ് ടു ബി അഡ്ജസ്റ്റഡ് ഫോർ. ഇങ്ങനെയൊക്കെയാണ്. എനി എന്തൊക്കെയാണ് ടോട്ടൽ ഇൻകം ഓർ ലോസ് ഈസ് ടു ബി അഡ്ജസ്റ്റഡ് ഫോർ എനി അരിത്തമാറ്റിക്കൽ എറർ ഇൻ ദ റിട്ടേൺ. എന്തെങ്കിലും അരിത്തമാറ്റിക്കൽ എറർ വരിക, ആൻഡ് ഇൻകറക്റ്റ് ക്ലെയിം ഒബീവിയസ് ഫ്രം എനി ഇൻഫർമേഷൻസ് ഇൻ ദ റിട്ടേൺ, ഡിസലവൻസസ് ഓഫ് ലോസ് ക്ലെയിംഡ്, പിന്നെ ഡിസ്അലവൻസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട് but not considered while computing total income in the return. പിന്നെ disallowances of deduction under section 10A, 10(1)(a), IA, IAB, IB, IC, ID സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ ഭാഗം കേട്ടിട്ടില്ലേ? ഇൻഡസ്ട്രീസിൻ്റെ, അതായത് എന്താ പറയുക, സിക്കിം, മണിപ്പാൽ, മേഘാലയ എന്ന സ്ഥലങ്ങളിലൊക്കെ ബിസിനസ് നടത്തുന്നതിനെ പറ്റി പറഞ്ഞിട്ടില്ല ഈ സെക്ഷൻസ് ഒക്കെ. 80IE if return furnished beyond the due date under section 139. പിന്നെ addition of income appearing in form 26AS, form 16, form 16A but not included in the return. പിന്നെ based on the income so adjusted, the tax and interest if any shall be computed. പിന്നെ അടുത്ത പോയിന്റ്, amount payable by or refund due to assessee shall be determined after allowing credit for TDS, TCS, advance tax paid, double taxation relief, ഇതൊക്കെ കിട്ടും. പിന്നെ intimation shall be sent to the assessee specifying the amount payable by or refund due to him. If no adjustment is made and there is no refund or sum payable by the assessee, the acknowledgement of return may be treated as intimations. അപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് വെച്ചെങ്കിൽ അക്നോളജ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്റിമേഷനായിട്ട് അത് കണക്കാക്കണം. പിന്നെ സ്ക്രൂട്ടിനി അസസ്മെന്റ് ഷാൾ ബി ക്യാരിഡ് ഔട്ട് ഇൻ സർട്ടൈൻ കേസസ് സെലക്ടഡ് ബൈ ദി അസസിംഗ് ഓഫീസർ. പിന്നെ അസസിംഗ് ഓഫീസർ മേ മേക്ക് നെസസറി ഇൻക്വയറി ഫോർ obtaining informations in respect of income or loss of a person.
അസസിങ് ഓഫീസർക്ക് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇൻകം ടാക്സ് അസസിങ് ഓഫീസേഴ്സിന് എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും നമ്മളോട് എൻക്വയറി ചെയ്യാനായിട്ട് അവസരമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവർക്കതിനുള്ള അധികാരമുണ്ട്, അവർക്ക് പവർ ഉണ്ട്. നമ്മൾ അവരുടെ പവർ അത് എന്താ പറയുന്നത് ഇൻകം ടാക്സ് അതോറിറ്റീസിന്റെ പവർ പഠിച്ച് പറഞ്ഞില്ലേ, അവർക്ക് ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻ നമ്മളോട് എപ്പോഴും ചോദിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. അവർ ചോദിക്കുന്നത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള അവകാശം നമുക്കും ഉണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കണം. Assessing officer can intimate the assessee to produce by the specified date the accounts or documents or to furnish in writing. എന്തെങ്കിലും ഡോക്യുമെന്റുകളാണ് ആവശ്യപ്പെട്ടതെന്ന് വെച്ചെങ്കിൽ അതും ഫർണിഷ് ചെയ്യേണ്ടി വരും. Assessee shall be allowed an opportunity of being heard before utilizing any material gathered on the basis of enquiry. ഇനിയിപ്പോൾ എൻക്വയറി അവർ ആവശ്യപ്പെട്ടിട്ട് എന്തെങ്കിലും മെറ്റീരിയൽ ഫാക്റ്റുകൾ നമുക്ക് കൊടുക്കാൻ ഇത്തിരി വൈകുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ കാരണം എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഡ്യൂലി വെരിഫൈഡ് അതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനുള്ളൊരു സമയം തരും കേട്ടോ. Assessee shall be allowed an opportunity of being heard. ആ പോയിന്റ് ഞാൻ പറഞ്ഞേട്ടോ, സോറി. An intimation may be sent to the assessee if there is any adjustment made in the return resulting either in demand or reduction in refund. The uncommunicated order intimations cannot be enforced and is not valid. അവരവിടെ നിന്ന് ഇൻഫോർമേഷൻ കിട്ടും. നമുക്ക് നമ്മുടെ എന്താ പറയുന്നത് ഇമെയിലിലേക്ക് ഓരോ സ്റ്റേജും കഴിഞ്ഞ് വരുമ്പോൾ ഇൻറ്റിമേഷൻസ് വരും, ഇൻഫർമേഷൻ വരും കേട്ടോ. പിന്നെ ടൈപ്സ് ഓഫ് അസസ്മെന്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് അസസ്മെന്റ് അത് ഏതൊക്കെ തരത്തിലുള്ള ടൈപ്പ് ഏതൊക്കെയാണെന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിലേ പറയുന്നുള്ളൂ. ടൈപ്സ് ഓഫ് അസസ്മെന്റ്. അസസ്മെന്റ് ക്യാൻ ബി ഓഫ് ദ ഫോളോയിങ് ടൈപ്സ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ, 10 മാർക്കിൽ ചോദിക്കാം. Self assessment, section 140A. Assessment on the basis of return, section 143(1). Regular assessment by assessing officer, section 2, subsection 40. Assessment on the basis of evidence. ആ റെഗുലർ അസസ്മെന്റിൽ വരുന്ന 2 സബ്ബാണ്. അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ്, സെക്ഷൻ 143 സബ്സെക്ഷൻ 3. പിന്നെ ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റ്, സെക്ഷൻ 144. പിന്നെ 4th വൺ ടൈപ്സിൽ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ സെൽഫ് അസസ്മെന്റ്, സെക്കൻഡ് വൺ അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിട്ടേൺ, റെഗുലർ അസസ്മെന്റ് ബൈ അസസിംഗ് ഓഫീസർ. അതിന്റെ സബ്ബാണ് 2 പറഞ്ഞത്. അസസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസും ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റും. 4ാമത്തെ റീ അസസ്മെന്റ്, അതായത് ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ്, സെക്ഷൻ 147. നെക്സ്റ്റ് പ്രിക്കോഷണറി ഓർ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ്. 6ാമത്തെ സെർച്ച് അസസ്മെന്റ് അണ്ടർ സെക്ഷൻ 153A. ഇത്രയാണ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്, 6 കേട്ടോ. ഇനി അതിൽ എന്താണ് സെൽഫ് അസസ്മെന്റ്? സെക്ഷൻ 140A എന്താണ് സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഇനി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ.